നോബൽ ബാരിക്കാരൻ. 265 എന്നതാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സംഖ്യ. ഇനിയും ഒരുപക്ഷേ മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അവിടെ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ നില എന്താണ്? പ്രധാനമന്ത്രി ഹോസ്പിറ്റലിലേക്കാണോ ആദ്യം എത്തുക, അതല്ല അപകടം നടന്ന സ്ഥലത്തേക്കായിരിക്കുമോ? അത്തരം ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ നോബൽ ബാരിക്കാരൻ? അരുൺ, നിലവിൽ ഉള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 265 അത് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. കാരണം 12 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ ആശുപത്രിയിൽ, സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ തന്നെയാണ്. ആ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ മെസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ ഭൂരിഭാഗം പേരും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഇവർക്ക് എല്ലാ വൈദ്യസഹായവും നൽകുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ, മെഡിക്കൽ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം തന്നെ അഹമ്മദാബാദിലേക്ക് എത്തും എന്നാണ് വിവരം ഉള്ളത്. പ്രധാനമന്ത്രി ആദ്യം ഒരുപക്ഷേ ഈ സംഭവം നടന്ന സ്ഥലത്തായിരിക്കും സന്ദർശനം നടത്തുക എന്ന സൂചനകൾ ഉണ്ട്. അതിനു പിന്നാലെയായിരിക്കും ആശുപത്രിയിലേക്ക് എത്തുക എന്ന് അറിയാം. എന്താണെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സുരക്ഷ ഈ മേഖലയിലൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ വലിയ പോലീസ് സന്നാഹമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഉദ്യോഗസ്ഥർ കൂടുതലായി വരുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹം, വലിയ സുരക്ഷ, ബാരിക്കേഡുകൾ, അത്തരത്തിൽ പോലീസിന്റെ തന്നെ മറ്റ് വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ വനിതാ പോലീസിന്റെ വിഭാഗങ്ങൾ, ഒപ്പം മറ്റ് കമാൻഡോകൾ അടക്കം എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വാഹനങ്ങൾ ഒന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള നടപടികളാണ് എന്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സന്ദർശനം കണക്കിലെടുത്ത അതീവ സുരക്ഷയിലേക്ക് ഈ ആശുപത്രി പരിസരം, ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മോർച്ചറി പരിസരം ഒക്കെ മാറുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ മരിച്ച ആളുകൾ, പ്രത്യേകിച്ച് വിമാനാപകടത്തിലും അതോടൊപ്പം തന്നെ ഈ മെസ്സിലും ഹോസ്റ്റലിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ സമയത്ത് മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവരൊക്കെ പലരും രാവിലെയും ഇന്നലെയും ഒക്കെയായി എത്തി അവരുടെ DNA സാമ്പിളിന് വേണ്ട രക്തസാമ്പിളുകളൊക്കെ നൽകി അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി വെച്ചത് അവർക്കുള്ള എല്ലാ ഒരുക്കവും. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളൊക്കെ വന്നാൽ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് കാണാൻ കഴിയും. അത്തരത്തിൽ കാണുന്നതൊക്കെ ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളാണ്. വലിയ കണ്ണീരോടെയൊക്കെ, വലിയ നിറക്കണ്ണുകളോടെയൊക്കെ അവരവിടെ നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് എന്താണെങ്കിലും ഈ ആശുപത്രി പരിസരം നമുക്ക് നൽകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. കാരണം അത്തരത്തിൽ വലിയ ഒരു ആഘാതം, കാരണം മക്കളും അതോടൊപ്പം തന്നെ പേരക്കുട്ടികളും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും ഒക്കെ, ഉറ്റവരൊക്കെ മരിച്ച നിരവധി ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ, ഈ കോളേജിലെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ അവരുടെ ആ ഹോസ്റ്റലുണ്ടായിരുന്ന മെസ്സിലെ മറ്റ് ഉദ്യോഗസ്ഥർ, അത്തരത്തിലുള്ള ജീവനക്കാർ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെയൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം, പേരുവിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടും ഈ മെസ്സുമായി ബന്ധപ്പെട്ടും ഉള്ള ആളുകളുടെ പേര് വിശദാംശങ്ങളാണ് ഇനിയിപ്പോൾ ഔദ്യോഗികമായി പുറത്തേക്ക് വരാനുള്ളത്. കാരണം വിമാനത്തിലെ ആളുകളുടെ പേരുവിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. 241 പേർ, 242 പേരുണ്ടായിരുന്ന വിമാനത്തിൽ 241 പേർ മരിച്ചു എന്നത് നേരത്തെ തന്നെ കണക്കുകളായി ഔദ്യോഗികമായി പുറത്തേക്ക് വന്നു. നമുക്കവിടെ ഹെൽപ്പ് ഡെസ്ക് കാണാൻ കഴിയും. ആ ഹെൽപ്പ് ഡെസ്ക്, അതായത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മേഖലയ്ക്ക് മുന്നിലാണ് ആ ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്. അവിടെ ആളുകൾ എത്തുന്നു, പ്രത്യേകിച്ച് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ട് അവരുടെ മറ്റ് പേരുവിവരങ്ങളൊക്കെ നേരത്തെ തന്നെ ആ സാമ്പിളുകൾ നൽകിയും ആ പേരുവിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അവരുടെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഒന്നുകൂടി ശേഖരിച്ച് വെരിഫൈ ചെയ്ത് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. പക്ഷേ അധികം സമയമൊന്നും ഇവരുടെ നിർത്തുന്നില്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അവരെ അങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒപ്പം മറ്റ് ഈ സംഘടനകളുടെ ആളുകളൊക്കെ ഇവിടെ അതിനുവേണ്ടി നിയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരൊക്കെ അത് കൃത്യമായി തന്നെ ചെയ്യുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു പെൺകുട്ടിയുടെ അതോടൊപ്പം മറ്റൊരു പെൺകുട്ടി ഇവിടെ കരയുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർക്കൊക്കെ അവരെ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ ആ സങ്കടമാണ് എന്താണെങ്കിലും അവരുടെ കണ്ണുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ ഒരു ദുരന്തമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായത്. സ്വാഭാവികമായും അതിന്റെ ഒരു ആഘാതം ആളുകളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്ക് ഇവിടെ വന്ന് ഈ മണ്ണിൽ ഇരുന്ന് കരയുന്ന നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ ഭാഗം ഇപ്പോഴും അവിടെ ഉദ്യോഗസ്ഥരുടെ വലിയ നില നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ ഭാഗം പൂർണ്ണമായും കാണുന്നില്ലല്ലേ? പ്രധാനമന്ത്രി വരുന്നത് പോലെയുള്ള അല്ലെങ്കിൽ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഉണ്ട് അരുൺ, ആ ക്രമീകരണം എല്ലാം പൂർത്തിയാക്കിയതാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ അത് കൂടുതൽ അങ്ങ് അത്തരത്തിൽ ആക്റ്റീവ് ആക്കുക മാത്രമാണ് ഇനി അത് നടപടിക്രമം എന്നത്. കാരണം വാഹനങ്ങളൊന്നും ഈ മേഖലയിൽ പാർക്ക് ചെയ്യിക്കുന്ന പ്രധാനപ്പെട്ട 1-2 വാഹനങ്ങൾ ഒഴിച്ച് ഞാൻ മറ്റു വാഹനങ്ങളൊന്നുമില്ല. ബാക്കി കുറച്ച് മാധ്യമപ്രവർത്തകരും ബാക്കി നമ്മൾ ഈ കാണുന്നത് എല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണ്. മെഡിക്കൽ കോളേജ് സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര ദൂരം അകലമുണ്ട് ഈ ഹോസ്റ്റലിന്? ആ ക്യാമ്പസിൽ തന്നെയാണോ, ആ പരിസരത്ത് തന്നെയാണോ, ഒരേ കോമ്പൗണ്ടിലാണോ?
ഈ സിവിൽ ആശുപത്രി എന്ന് പറയുന്നത് വലിയ ഒരു കെട്ടിട സമുച്ചയമാണ്. വലിയ ഏക്കറുകൾ പരന്നു നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഏറെക്കുറെ നമ്മൾ ഈ ഹോസ്റ്റലിൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തമ്മിൽ ഏറെക്കുറെ 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്ന വിവിധ ബ്ലോക്കുകളാണ്. അത്രയധികം വലിയൊരു ആശുപത്രിയാണ് ഈ പറയുന്ന സിവിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്യാധുനികമായ എല്ലാ സംവിധാനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ആശുപത്രിയുടെ ഒരു വ്യാപ്തി നമുക്ക് ഇത് ഈ കാണുന്ന മാത്രമല്ല, ഇതിന് അങ്ങോട്ട് മറ്റ് എല്ലാ വശങ്ങളിലേക്കും വലിയ വ്യാപ്തിയിൽ തന്നെ ഈ ആശുപത്രി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വലിയ ഒരു ആശുപത്രിയുള്ള വലിയൊരു സമുച്ചയമാണ് ഇത്. അതിന്റെ ഒരു കോണിൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുത്തെ ഹോസ്റ്റലുമായ ദൂരം. അതും ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ്. അത്തരത്തിൽ വലിയ വിസ്തീർണമുള്ള അത്തരത്തിൽ വലിയൊരു സ്ഥലത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലുമൊക്കെ വളരെ 1.5 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെയാണെന്ന് വേണം നമുക്ക് പറയാൻ. അവിടെയാണ് ആദ്യമുള്ളത്. എന്താണെങ്കിലും അത്തരത്തിൽ വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ പ്രദേശങ്ങൾ തമ്മിലുള്ളത്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട